Dear students, now we are moving to electron microscopy. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലൈറ്റ് മൈക്രോസ്കോപ്പുകളെ കുറിച്ചിട്ടാണ്. തുടക്കത്തിൽ നമ്മൾ മൈക്രോസ്കോപ്പുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. Based upon the source of illumination, we have classified microscopes into 3 different types: light microscope, electron microscope, and scanning microscope. In scanning probe microscope, ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സോഴ്സ് ആണോ ഇലുമിനേറ്റ് ചെയ്യാൻ യൂസ് മൈക്രോസ്കോപ്പിൽ മൈക്രോസ്കോപ്പിക് സ്ലൈഡിൽ നമ്മൾ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റ് ഇലുമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു 3 ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പേരിൽ തന്നെയാണ് വി ആർ യൂസിങ് ലൈറ്റ് എന്ന് വെച്ചെങ്കിൽ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ്സ് യൂസ് മെർക്കുറി ലാമ്പസിനോ ലാമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വിസിബിൾ നോർമൽ ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ വിഷ്വലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പുകൾ യൂസ് ചെയ്തിരുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ മൈക്രോസ്കോപ്സ്, നമ്മൾ ലാബ്സിലൊക്കെ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്സ്, ഡിസെക്ഷൻ മൈക്രോസ്കോപ്സ്, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്സ് ഒക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളെ കുറിച്ചിട്ടാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് എന്നുണ്ടെങ്കിൽ ഹിയർ വി ആർ യൂസിങ് എ ബീം ഓഫ് ആക്സലറേറ്റഡ് ഇലക്ട്രോൺസ് ആസ് എ സോഴ്സ് ഓഫ് ഇലുമിനേഷൻ. ഇവിടെ നമ്മൾ ഒരു സ്ലൈഡിൽ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, ആക്സലറേറ്റഡ് ഇലക്ട്രോൺസിനെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ മാഗ്നിഫൈ ചെയ്തിട്ട് കാണുന്നത്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്ത് കാണുന്നത് ആക്സലറേറ്റഡ് ഇലക്ട്രോൺസിനെ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ആക്സലറേറ്റഡ് ഇലക്ട്രോൺസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ജനറലി ഹാവിങ് എ ഷോർട്ടർ വേവ് ലെങ്ത്. ഷോർട്ടർ വേവ് ലെങ്ത് വന്നാലുള്ള പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ടർ വേവ് ലെങ്ത്തിലുള്ള ഇലക്ട്രോൺസിന് നമ്മൾ ഹയർ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് ഫോട്ടോൺസിനേക്കാളും റിസോൾവിങ് പവർ അല്ലെങ്കിൽ റെസൊല്യൂഷൻ പവർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. മനസ്സിലായി? അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞത് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈറ്റ് റേസിന് ഒരു വേവ് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ് റേസിൻ്റെ വേവ് ലെങ്ത് നമ്മൾ ഇലക്ട്രോൺസിൻ്റെ വേവ് ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിനാണ് വേവ് ലെങ്ത് വളരെയധികം കുറവ്. അതായത് ഏകദേശം 100,000 വേവ് ലെങ്ത് കുറവാണ് സാധാ ലൈറ്റ് ഫോട്ടോൺസിനേക്കാൾ. അങ്ങനെ വേവ് ലെങ്ത് കുറവാകുമ്പോൾ അവർക്ക് എന്താവും, റിസോൾവിങ് പവർ. വേവ് ലെങ്ത് കുറവുള്ള റേസിന് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന് റിസോൾവിങ് പവർ കൂടുതലായതുകൊണ്ട് നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള അൾട്രാ സ്ട്രക്ചേഴ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. In electron microscope we are using a beam of accelerated electron, അതായത് വേഗത കൂടിയിട്ടുള്ള ഇലക്ട്രോൺസിനെ യൂസ് ചെയ്തുകൊണ്ട് ആസ് എ സോഴ്സ് ഓഫ് ഇലുമിനേഷൻ we are magnifying the object. As the accelerated electrons is generally having a very shorter wavelength compared to that of the light photons, it will provide a very ultra fine structures of object that we are generally viewing under a electron microscope. Okay, this is generally used for studying the ultraviolet structures of biological system. ഇവിടെ നോക്കൂ, ഞാൻ 2 പിക്ചർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിലത്തെ ആദ്യത്തെ പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസെക്റ്റിന്റെ ഹെഡാണ്. കണ്ടില്ലേ? ഇതിന്റെ നമുക്ക് സാധാരണ നോക്കുന്ന സമയത്ത് ഇതുപോലെയൊന്നും കാണാൻ കഴിയില്ല. കണ്ടില്ലേ? ആന്റിനയുടെ അത്രയും ഫൈൻ സ്ട്രക്ചേഴ്സും ഐയൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഇത് നോക്കൂ, ഇത് ഐയുടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഹിയർ യു ക്യാൻ സീ ദാറ്റ് വി നോ ദാറ്റ് ഐസ് ആർ ജനറലി ഇൻസെക്ട്സിലൊക്കെ ആണെങ്കിൽ ഐസ് എന്ന് പറഞ്ഞ ഒരുപാട് സ്മോളർ സബ് യൂണിറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ മെറ്റഡിയ എന്നൊക്കെ പറയും. നമ്മൾ എൻറ്റമോളജി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പിക്ചർ എടുത്തിട്ടുള്ളത് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയാണ്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ആ ഒരു ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ഐസ് വിസിബിൾ. അപ്പോൾ ഇത്രയും ഫൈൻ സ്ട്രക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് യൂസ് ചെയ്യുന്നത്. So here the illuminated light is narrow beam of accelerated electrons which is in place of visible light in electron microscope. Here the lens system is generally consisting of electromagnetic lens. നമ്മൾ അവിടെ ലൈറ്റ് മൈക്രോസ്കോപ്പിലൊക്കെ ആണെങ്കിൽ ഒപ്റ്റിക്കൽ ലെൻസസ് അല്ലെങ്കിൽ ഒക്കുലർ ലെൻസസ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസ് ആണ്.
ഈ ഒബ്ജക്റ്റിനെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ലെൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ മാഗ്നറ്റിക് ലെൻസ് ആണ്. ദേ വിൽ ജനറലി പ്രൊഡ്യൂസ് എ ഹൈ മാഗ്നിഫിക്കേഷൻ പവർ. അത് 50 lakhs ടൈംസ് ലാർജർ ദാൻ ലൈറ്റ് മൈക്രോസ്കോപ്പ്. അത്രയും മാഗ്നിഫൈ അത്രയും വലുതാക്കിയിട്ടാണ് നമുക്കിപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റിന്റെ 50 lakh ടൈംസ് അത്രയും മടങ്ങ് വലുതാക്കിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും കാണുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2 to 5 ആംഗ്സ്ട്രോം പറയുന്നു. ഇലക്ട്രോൺസ് ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസിന്റെ വേവ് ലെങ്ത് പറഞ്ഞത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹൈ റെസൊല്യൂഷൻ ആണ് ഉണ്ടാവുക. ആ റെസൊല്യൂഷൻ ആണ് ഈ പറയുന്ന 2 to 5 ആംഗ്സ്ട്രോം എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ വർക്കിംഗ് അപ്പാരറ്റസ് അല്ലെങ്കിൽ പ്രൊസീജിയർ എങ്ങനെ നോക്കാം. ദിസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് എൻ ഇവാക്യുവേറ്റഡ് ഓർ വാക്യൂം ടൈറ്റ് കോളം ഓർ ട്യൂബ് ഇൻ വിച്ച് എ ബീം ഓഫ് ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ് ഇന്ററാക്ടിംഗ് വിത്ത് ഒബ്ജക്ട്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇത് ഒരു അപ്പോൾ ഇതിന്റെ അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജനറലി കൺസിസ്റ്റിംഗ് ഓഫ് എൻ ഇവാക്യുവേറ്റഡ് ഓർ വാക്വം ടൈറ്റ് കോളം ഓർ ട്യൂബ് ഇൻ വിച്ച് ദ ബീം ഓഫ് ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ് ആർ ജനറലി ഇന്ററാക്ടിംഗ് വിത്ത് ദ ഒബ്ജക്ട്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പൊതുവെ അതിൻ്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു വാക്വം ട്യൂബാണ് എടുക്കുന്നത്. ഈ വാക്വം ട്യൂബിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ വെലോസിറ്റി ഉള്ള ഇലക്ട്രോൺ നല്ല വേഗതയുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ ഈ വാക്വം ട്യൂബിലൂടെ പാസ് ചെയ്തിട്ട് എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്പെസിമെൻ ഈ പറയുന്ന വാക്വം ട്യൂബിൽ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പറയുന്ന ഹൈ വെലോസിറ്റി ഉള്ള ഇലക്ട്രോൺസിനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇംപ്രിന്റ് ചെയ്യും. അപ്പം ഇംപ്രിന്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് ഇത് ഇംപ്രിന്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാത്തോഡ് ആണ് നമ്മൾ ഈ ഇലക്ട്രോൺസിന്റെ സോഴ്സ് ആക്കിയിട്ട് വെക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോൺ ഗൺ എന്ന് നമ്മൾ സയന്റിഫിക്കലി കൊടുക്കുന്ന പേരാണ്. അതിനെ ശരിക്കും പറയുന്നത് എന്താണ്, ടങ്സ്റ്റൺ ഫിലമെന്റ്. ഇതൊരു ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ഇതിൽ നമ്മൾ ഏകദേശം 500 മുതൽ 1500 കിലോ വോൾട്ട് വരെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ എന്താ തെർമയോണിക് എമിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോൺ ഗൺസ് ചൂടായിട്ട് അതിൽ നിന്ന് നല്ല ഹൈ വെലോസിറ്റി ഉള്ള ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അത്രയും ഹൈ വെലോസിറ്റി ഉള്ള ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സലറേറ്റഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ ആക്സലറേറ്റഡ് ഇലക്ട്രോൺസിന്റെ പ്രത്യേകത എന്താണ്, അതിന് വേവ് ലെങ്ത് വളരെയധികം കുറവായിരിക്കും. അങ്ങനെ ആ വേവ് ലെങ്ത് കുറവ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈലി മാഗ്നിഫൈ ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിനെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും ഹൈലി ആക്സലറേറ്റ് ആയിട്ടുള്ള ഷോർട്ട് വേവ് ലെങ്ത്തിലുള്ള ഈ ഇലക്ട്രോൺസിനെ നമ്മൾ ഈ വാക്വം ട്യൂബിലൂടെ ഇങ്ങനെ പാസ് ചെയ്യിക്കും. ഇവിടുന്ന് ഇതിനെ ചൂടാക്കിയിട്ട് ഇലക്ട്രോൺ ഗണ്ണിനെ ചൂടാക്കിയിട്ട് എന്നിട്ട് ഇവിടെ നമ്മൾ സ്പെസിമെൻ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഈ സ്പെസിമെനിൽ എന്ത് ചെയ്യും, ഈ സ്പെസിമെൻ സ്റ്റാൻഡിൽ നമ്മുടെ സ്പെസിമെൻ എന്താണോ നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ളത് ആ സ്പെസിമെനെ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് ഒക്കെ ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസ് ഇതിൻ്റെ മുകളിൽ വന്നിട്ട് പതിക്കും. ഇതിൻ്റെ മുകളിൽ വന്ന് പതിച്ച ശേഷം എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് പെനിട്രേറ്റ് ചെയ്യും. അത് നമ്മൾ എന്താണോ എടുത്തിട്ടുള്ള സ്പെസിമെൻ, വെദർ ഇറ്റ് ഇസ് എ തിക് ഹൈഡ്രേറ്റഡ് ഓർ ലിവിങ് സ്പെസിമെൻസ് ഏതാണെങ്കിലും ഇതിൻ്റെ മുകളിലൂടെ വന്ന് പതിച്ചിട്ട് ഈ ലിവിങ് സെൽസിനെ ഈ ഇലക്ട്രോൺസ് പെനിട്രേറ്റ് ചെയ്ത് പോകും. അങ്ങനെ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ എന്താ നടക്കുക, ദർ ഒക്കേഴ്സ് ദ ഡിഫ്ലക്ഷൻ. അങ്ങനെ ഡിഫ്ലക്ട് ചെയ്തിട്ട് ഇലക്ട്രോൺസ് എല്ലാം ഇവിടുന്ന് ഡിഫ്ലക്ട് ചെയ്തതിൻ്റെ മുകളിൽ പതിച്ചിട്ട് അവിടുന്ന് ഡിഫ്ലക്ട് ചെയ്തിട്ട് ഇത് തിരിച്ച് താഴേക്ക് ഇങ്ങനെ വരും. ഈ താഴേക്ക് വരുന്ന ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മാഗ്നറ്റിക് ഒബ്ജക്റ്റീവ് ലെൻസും ഒരു അപ്പാർച്ചറും മാഗ്നറ്റിക് പ്രൊജക്റ്റീവ് ലെൻസും ഉള്ള ഈ 3 ലെൻസസും കൂടി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഈ സ്പെസിമെൻ സ്റ്റാൻഡിന്റെ താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പെരിമെന്റലി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ സ്പെസിമെനിൽ വന്ന് തട്ടി നിൽക്കുന്ന ഹൈലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഡിഫ്ലക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് ഇതിലൂടെ പാസ് ചെയ്ത് എന്ത് ചെയ്യും, ഒരു താഴേക്ക് വരും. താഴെ ഇവിടെ ഒരു ഫ്ലൂറസെൻസ് സ്ക്രീൻ ഉണ്ട്. ഈ ഫ്ലൂറസെൻസ് സ്ക്രീനിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ഈ ഇലക്ട്രോൺസ് എല്ലാം ഇംപ്രിന്റ് ചെയ്യും.
അങ്ങനെ നമുക്ക് മുകളിലൂടെ നോക്കുന്ന സമയത്ത് ഇതിലൂടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഇമേജ് ഇവിടെ ഇങ്ങനെ ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിന്റെ മുകളിൽ ഇങ്ങനെ ഇല്ലുമിനേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ആദ്യം നടക്കുന്നത് എന്താണ്? നമ്മൾ ഹൈ വോൾട്ടേജ് ഇലക്ട്രോൺ കൊടുത്തിട്ട് ഇലക്ട്രോൺ ഗണ്ണിനെ ചൂടാക്കിയിട്ട് ഇതിൽ നിന്ന് തെർമയോണിക് എമിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഹൈലി വെലോസിറ്റി ഉള്ള ഇലക്ട്രോൺസിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് ഈ ഇലക്ട്രോൺസിനെ ഒരു മാഗ്നറ്റിക് കണ്ടൻസിങ് ലെൻസ് സിസ്റ്റത്തിലൂടെ കടത്തി വിട്ടിട്ട് നമ്മുടെ സ്പെസിമെൻ സ്റ്റാൻഡിലുള്ള സ്പെസിമെൻ്റെ മുകളിൽ പതിപ്പിക്കും. എന്നിട്ട് ഈ സ്പെസിമെനിൽ നിന്ന് അത് തിരിച്ച് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഒബ്ജക്റ്റീവ് ലെൻസ്, അപ്പാർച്ചർ, അതുപോലെ മാഗ്നറ്റിക് പ്രൊജക്റ്റീവ് ലെൻസ് സിസ്റ്റം ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ പാസ് ചെയ്യിച്ചിട്ട് അവസാനം അതൊരു ഫ്ലൂറസെന്റ് സ്ക്രീനിന്റെ മുകളിലേക്ക് ഇംപ്രിന്റ് ചെയ്യിക്കും. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിൽ നമ്മൾ എന്താണോ ഈ സ്പെസിമെൻ സ്റ്റാൻഡിൽ കണ്ടിട്ടുള്ള ഒബ്ജക്റ്റ് അതിന്റെ ഒരു അൾട്രാ തിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്യും. So this is the principle in electron microscopy. Okay, then ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ ഒരു സാധാരണ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു വിസിബിൾ ലൈറ്റ് ആണ് ഇലുമിനേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണെങ്കിൽ ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ഇപ്പോൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇലുമിനേറ്റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞത് എയറിലൂടെ പാസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണെങ്കിലോ വാക്വത്തിലൂടെയാണ്, കാരണം ഒരു വാക്വം ട്യൂബിലാണ് ഈ എല്ലാ പ്രോസസ്സുകളും നടക്കുന്നത്. പിന്നെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 4500 to 7500 ആംഗ്സ്ട്രോം ആണ് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ. അത് 0.5 ആംഗ്സ്ട്രോം to 60,000 വോൾട്ട്സ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. വേവ് ലെങ്ത് കുറയുക മീൻസ് അതിൻ്റെ റിസോൾവിംഗ് പവർ കൂടുതലായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനാണ് റിസോൾവിംഗ് പവർ കൂടുതൽ, കാരണം അതിന് വേവ് ലെങ്ത് വളരെയധികം കുറവാണ്. പിന്നെ ലൈറ്റ് മൈക്രോസ്കോപ്പിലാണെങ്കിൽ ലെൻസസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്ലാസ് അല്ലെങ്കിൽ ക്വാർട്സ് ആയിരിക്കും. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കണ്ടൻസർ സിസ്റ്റം എടുത്ത് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ പ്ലാനോ കോൺകേവ് മിറർ അല്ലെങ്കിൽ ബൈ കോൺവെക്സ് ലെൻസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ലാബിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഏത് ലെൻസാണ് യൂസ് ചെയ്യുന്നത്? യെസ്, ഒന്നെങ്കിൽ ബൈ കോൺകേവ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ്. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ അക്രോമാറ്റിക് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയാണെന്നുവെച്ചെങ്കിൽ ഇലക്ട്രോൺ മാഗ്നറ്റിക് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ അക്രോമാറ്റിക് ലെൻസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ റേസ് ഉള്ള ലെൻസാണ് നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒക്കുലർ ലെൻസ് ആണെങ്കിലും ഒരു മാഗ്നിഫൈങ് ആയിട്ടുള്ള ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള മാഗ്നിഫൈങ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒക്കുലർ ലെൻസ് സിസ്റ്റത്തിൽ എന്തായിരുന്നു ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിൽ നമ്മൾ 2-3 ടൈപ്പ് ലെൻസ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് പ്രൊജക്റ്റ് ലെൻസും ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ഒക്കെ യൂസ് ചെയ്യും. പിന്നെ ഒരു അപ്പർച്ചറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഒക്കുലർ ലെൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. പിന്നെ പാരഫിനാണ് നമ്മൾ എംബഡിങ് മെറ്റീരിയൽ, അതായത് സെക്ഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പാരഫിനിലാണ് നമ്മൾ മോൾഡ് ചെയ്യുന്നത് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ. അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാകുമ്പോൾ ഗ്ലാസ്, ഡയമണ്ട്, പിന്നെ അറാൾഡൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്ലാസ് സ്ലൈഡ് ആണ് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ മൗണ്ട് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ പെർഫറേറ്റഡ് മെറ്റൽ ഡിസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റെയിൻസ് ഹെമറ്റോസൈലിനും അതുപോലെ ഇയോസിനൊക്കെയാണ് സ്റ്റെയിനിങ് ആയിട്ട് നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുമെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഓസ്മിയം ടെട്രോക്സൈഡ്, ലെഡ് അസറ്റേറ്റ്, യുറാനിയം അസറ്റേറ്റ് ഒക്കെയാണ് സ്റ്റെയിനിങ്ങിന് യൂസ് ചെയ്യുക. മാഗ്നിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 1500 ആണ് ലൈറ്റ് മൈക്രോസ്കോപ്പ് വെച്ചെങ്കിൽ അത് ഏകദേശം 50 lakhs എക്സ് അത്രയും മടങ്ങ്, ഞാൻ പറഞ്ഞില്ലേ അത്രയും മടങ്ങ് വലുപ്പത്തിലാണ് നമുക്ക് കാണിച്ചു തരിക. പിന്നെ ഇമേജ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ബൈ ദ ഡിഫറെൻറ്റ് ഒരു നമ്മൾ എന്താണോ എടുക്കുന്ന ഒബ്ജക്റ്റ് അതിനെ ലൈറ്റിൻ്റെ അബ്സോർപ്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സ്, ലൈറ്റിൻ്റെ ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ വഴിയാണ് ഇമേജ് ഫോർമേഷൻ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നടക്കുന്നത് വെച്ചെങ്കിൽ ഇവിടെ നടക്കുന്നത് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്രാക്ഷൻ ആണെങ്കിൽ സ്കാറ്ററിങ് ഓർ ഡിസ്പേർഷൻ ഓഫ് ഇലക്ട്രോൺസ്, അത് വെച്ചിട്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്ത് നടക്കുന്നത്? ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. പിന്നെ ഇമേജ് ഫോർമേഷൻ നമ്മൾ കണ്ണിലാണ് ശരിക്ക് ഇമേജ് കാണുന്നത്. ലൈറ്റ് മൈക്രോസ്കോപ്പിലാണ് വെച്ചെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഫ്ലൂറസെന്റ് സ്ക്രീനിലാണ് ഇമേജ് കാണുക. പിന്നെ
ദെൻ ഇമേജ് ഇസ് മാഗ്നിഫൈഡ് ഫോം ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ശരിക്കും മാഗ്നിഫൈ ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കാണിച്ചെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ശരിക്കും നമ്മൾ ഒരുപാട് കോൺസെൻട്രിക് സ്പോട്സ് ആണ് കാണുക, അല്ലെങ്കിൽ റിങ്സ് ആണ് കാണുന്നത്. പിന്നെ ഡെഡ് സ്പെസിമെൻസ് ഒക്കെ നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ